പ്രിയപ്പെട്ടവരെ, മഹത്തായ മറ്റൊരു ചാന്ദ്രദൗത്യം കഴിഞ്ഞ് ആ 4 ഗഗനചാരികളും തിരിച്ചു വരികയാണ്. ആർട്ടിമസിൻ്റെ വിജയഗാഥയായി അത് ഇനി ലോകത്ത് അറിയപ്പെടും. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ ഭൂമിയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. എന്താണ് ഈ ചാന്ദ്രവിജയത്തിൻ്റെ പൊരുൾ? ഒരിക്കൽ ചന്ദ്രനിൽ ഒരു ഇതിഹാസ കാവ്യം രചിച്ച് പോയതല്ലേ, പിന്നെ എന്തിനു പോയി? എന്താണ് അവിടെ ഉള്ളത്? ഇതിനെക്കുറിച്ചുള്ള വിശദമായ ലേഖനങ്ങൾ കഴിഞ്ഞ നിരവധി ലക്കങ്ങളിലൂടെ മാതൃഭൂമിയുടെ വിദ്യയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ലേഖനം അടുത്ത് വരാനിരിക്കുന്നു. ചന്ദ്രനെ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? കൊച്ചുനാളിലെ നമുക്കറിയാം, അമ്മയുടെ മടിയിലിരുന്ന് മാമുണ്ടപ്പോൾ അമ്പിളിമാവനെ പിടിച്ചു തരാമെന്ന് അമ്മ പറഞ്ഞത് പഴങ്കഥയാണ്. കാരണം പുതിയ തലമുറയ്ക്കൊന്നും അത്തരം കഥകൾ ഓർമ്മയുണ്ടാകണമെന്നില്ല. എന്നാൽ ഒരു കാലത്തെ അമ്മമാർക്ക്, ആ കുഞ്ഞുങ്ങൾക്കും അമ്പിളി മനോഹരമായ ഒരാകാശ കൗതുകമായിരുന്നു. അത് നൂറ്റാണ്ടുകളിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ മനുഷ്യരാശിയുടെ മുഴുവൻ കഥയായി മാറുകയും ചെയ്തിരുന്നു. ഗുഹാവാസിയായ മനുഷ്യൻ തൊട്ട് ആധുനിക മനുഷ്യൻ വരെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ അമ്പിളിക്കലയെ അതിൻ്റെ കൗതുകമായി, സ്നേഹാതുരനായ കൂട്ടുകാരനായി, പ്രണയം തുളുമ്പുന്ന കാമുകനായി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും അതുണ്ട്. മിഥോളജികളിൽ ചന്ദ്രനെക്കുറിച്ചുള്ള നൂറുകണക്കിന് രസം പിടിപ്പിക്കുന്ന കഥകളുണ്ട്. 27 സുന്ദരികളായ ഭാര്യമാർ അശ്വതി മുതൽ രേവതി വരെ ചന്ദ്രനുള്ളതായും അതിൽ രോഹിണിയോട് ചന്ദ്രന് അദമ്യമായ പ്രണയമുള്ളതായും കഥകൾ എത്ര മനോഹരമായിരുന്നു. കഥകളിൽ നിന്ന് ഗലീലിയോവിൻ്റെ ടെലസ്കോപ്പിലൂടെ ചന്ദ്രനെ കണ്ടപ്പോൾ മനുഷ്യന് പിന്നീട് തോന്നിയത് ചന്ദ്രനോട് വെറുപ്പല്ല, ചന്ദ്രൻ്റെ കുണ്ടും കുഴിയും നിറഞ്ഞ മുഖഭാവമായിരുന്നു. വസൂരിക്കല പോലെ വികൃതമായ മുഖമുള്ള ചന്ദ്രനെ ചന്ദ്രമുഖി എന്ന് വിളിച്ചതിൽ പലപ്പോഴും പലർക്കും ഒരു വിരോധാഭാസം തോന്നാം. എന്നാലും ടെലസ്കോപ്പുകളും ബഹിരാകാശ വാഹനങ്ങളും ചാന്ദ്രപേടകങ്ങളും ചന്ദ്രൻ്റെ പുതിയ മുഖം കാണിച്ചു തരികയായിരുന്നു. നമ്മുടെ നാട് ഐതിഹാസികമായ ചന്ദ്രയാൻ വിജയത്തോടെ ചന്ദ്രനിലെ ജലത്തിൻ്റെ സാന്നിധ്യം അസന്നിഗ്ധമായി തെളിയിച്ചു. ഇനി അമേരിക്കയും സോവിയറ്റ് യൂണിയനും റഷ്യയും ആ ഒരു പേരുകളിൽ മാത്രമല്ല, ചൈനയും ജപ്പാനും ഇന്ത്യയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഇസ്രായേലും ഒക്കെ ചന്ദ്രനെ തേടി കുതിക്കുന്നുണ്ട്. തയ്യാറെടുപ്പുകളാണ് അവിടെ ചന്ദ്ര കോളനികൾ സ്ഥാപിക്കാൻ. കാറ്റിൻ്റെ ചിറകടിയൊച്ചയില്ലാത്ത, കല്ലോലിനികളില്ലാത്ത ആ വിജനമായ തീരത്ത് പുതിയ കോളനികളും പുതിയ വാസസ്ഥലങ്ങളും കാറ്റും വെളിച്ചവും നദീതീരങ്ങളും ജലാശയങ്ങളും എന്തിന് ഒരു കൊച്ചു ഭൂമി തന്നെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ചന്ദ്രൻ്റെ ധ്രുവപ്രദേശങ്ങളിൽ കോടിക്കണക്കിനുള്ള ടൺ ഹിമശേഖരങ്ങളിൽ നിന്നുള്ള ജലം, സൂര്യനിൽ നിന്ന് അനസ്യൂതമായി എത്തുന്ന പ്രകാശം, ചന്ദ്രൻ്റെ മണ്ണിലെ ധാതുപദാർത്ഥങ്ങൾ, അങ്ങനെ ചന്ദ്രൻ മനുഷ്യരാശിയുടെ പുരോഗതിയുടെ മറ്റൊരു വിളനിലമായി മാറുകയാണ്. അവിടെ നിന്ന് നമുക്ക് മറ്റൊരു പ്രപഞ്ച പര്യവേക്ഷണം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ചൊവ്വയിലേക്കും യുറാനസിലെയും വ്യാഴത്തിലേക്കും നെപ്റ്റ്യൂണിലേക്കുമൊക്കെ പേടകങ്ങൾ അയക്കാൻ ചന്ദ്രൻ നല്ലൊരു ഇടത്താവളം തന്നെ. ഒരുപക്ഷെ കേരളീയൻ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നത് പോലെ നാളെ അവിടെ ഒരു ചായക്കട തുടങ്ങാനും സാധ്യതയുണ്ട്. ഈ അനസ്യൂതമായ പ്രവർത്തനങ്ങളെ തടയാൻ നമുക്ക് കഴിയില്ല. നമുക്കെന്നും
സംശയങ്ങളുടെ നോക്കാം. അവിടെ പോയിട്ടുണ്ടോ? എന്തിനു പോകണം? അതൊരന്വേഷണമാണ്. അനന്തമായ യാത്രയിലെ തീരാത്ത അന്വേഷണം. അവിടെ ഒരു സ്വപ്നാടനത്തിൻ്റെ കൗതുകവും ഒരു തീർത്ഥയാത്രയുടെ പരിശുദ്ധിയും സമന്വയിക്കുന്നു. അറിവ് തേടിയുള്ള മനുഷ്യരാശിയുടെ അനന്തമായ അന്വേഷണത്തിന് ആർട്ടിമസ് ദൗത്യങ്ങൾക്കും ഭാരതത്തിൻ്റെ മഹത്തായ ചാന്ദ്രദൗത്യങ്ങൾക്കും എല്ലാം നമുക്ക് നന്മകൾ നേരാം. ഞാൻ സുരേന്ദ്രൻ പുന്നശ്ശേരി, അമേച്വർ വാനനിരീക്ഷകൻ, അസ്ട്രോകോളമിസ്റ്റ്. നന്ദി, നമസ്കാരം.